Hi friends, today we are going to discuss res judicata. Res judicata വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സി പി സിയിൽ. ആൾമോസ്റ്റ് എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ലെറ്റ് സി വാട്ട് ഈസ് റെസ് ജുഡിക്കാറ്റ. റെസ് ജുഡിക്കാറ്റ, ദ ടേം ഈസ് ഓഫ് ലാറ്റിൻ ഒറിജിൻ. റെസ് ജുഡിക്കാറ്റ മീൻസ് എ തിങ് അഡ്ജുഡിക്കേറ്റഡ്, that is a thing decided by a court of justice. So the term res judicata is of Latin origin. Res judicata means a thing adjudicated. A thing adjudicated. What do you mean by adjudication? Judicial determination of a matter in issue. Judicial determination of a matter in issue. That is a thing decided by a court of justice. So what is res judicata means? A thing adjudicated. That means a thing already decided by a court of justice. Now let's learn it in detail. When a suit is finally decided by a competent court, then the same suit between the same parties should not be tried in a subsequent suit by another court of same or lower rank. എപ്പോഴാണോ ഒരു കോമ്പീറ്റന്റ് കോർട്ടിനാൽ ഒരു സ്യൂട്ടിൻ്റെ ഫൈനൽ ഡിസിഷൻ വന്നു കഴിഞ്ഞത്, അതിനുശേഷം ഒരു സബ്സിക്വൻറ്റ് സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് വേറെ ഒരു കോർട്ടിലോ നമുക്ക് ആ കേസ് വീണ്ടും ട്രയലിന് കൊണ്ടുവരുവാൻ കഴിയില്ല എന്നുള്ളതാണ് റെസ് ജുഡിക്കാറ്റയുടെ പ്രിൻസിപ്പിൾ. സോ എപ്പോഴാണോ ഒരു കോമ്പീറ്റന്റ് കോർട്ടിൽ ഒരു കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കേസിൽ ഫൈനൽ ഡിസിഷൻ വരുന്നത്, അതിനുശേഷം അതിൻ്റേതായ ഒരു സബ്സിക്വൻറ്റ് സ്യൂട്ട് ഇനി ഒരു കോർട്ടിൽ നമുക്ക് ഫയൽ ചെയ്ത് ഓഫ് സെയിം ഓർ ലോവർ റാങ്ക്, അതേ ആ ഡിസിഷൻ പുറപ്പെടുവിച്ച കോർട്ടിൻ്റെ സെയിം റാങ്കിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ലോവർ റാങ്കിലുള്ള ഒരു കോർട്ടിൽ നമുക്ക് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് ട്രയൽ നടത്തുവാൻ സാധിക്കുകയില്ല. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ് ജുഡിക്കാറ്റ. റെസ് ജുഡിക്കാറ്റ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു അപ്പീൽസ് because appeals are tried by superior courts. We all know for appeals we are approaching the superior courts. So res judicata is not applicable to appeals. The doctrine is based on three important maxims. Number one, interest republicae et sit finis litium. സോ ഈ റെസ് ജുഡിക്കാറ്റ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ 3 മെയിൻ മാക്സിംസിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻട്രസ്റ്റ് റിപ്പബ്ലിക്കെ എറ്റ് സിറ്റ് ഫിനിസ് ലിറ്റിയം, വിച്ച് മീൻസ് ദ ലിറ്റിഗേഷൻ ഷുഡ് നോട്ട് ബി പ്രൊട്രാക്റ്റഡ് ബട്ട് മസ്റ്റ് ബി ഫിനിഷ്ഡ് വൺസ് ഫോർ ആൾ. ഒരു തരത്തിലുള്ള നിയമവ്യവഹാരങ്ങളും ഷുഡ് നോട്ട് ബി പ്രൊട്രാക്റ്റഡ്, അനിശ്ചിതമായിട്ട് നീണ്ടുപോകുവാൻ പാടില്ല. ബട്ട് മസ്റ്റ് ബി ഫിനിഷ്ഡ് വൺസ് ഫോർ ആൾ. ഒരിക്കൽ ഒരു നിയമവ്യവഹാരങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ബി ഫിനിഷ്ഡ് വൺസ് ഫോർ ആൾ. അത് ഒരിക്കൽ അതിന് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെ തുടർന്ന് വീണ്ടും 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 ആ ഒരു നിയമ നടപടികൾ തുടർന്നു പോകുവാൻ പാടില്ല. ദ ലിറ്റിഗേഷൻ ഷുഡ് നോട്ട് ബി പ്രൊട്രാക്റ്റഡ് ബട്ട് മസ്റ്റ് ബി ഫിനിഷ്ഡ് വൺസ് ഫോർ ആൾ. Now the second maxim, nemo debit bis vexari pro una et idem causa, which means no man should be sued twice for the same cause of action. ഒരാൾ പോലും സെയിം കോസ് ഓഫ് ആക്ഷന്, അതായത് സെയിം റീസണിലാണ് ഷുഡ് നോട്ട് ബി സ്യൂഡ് ട്വൈസ്, ഒന്നിൽ കൂടുതൽ പ്രാവശ്യത്തിൽ അത് സ്യൂ ചെയ്യപ്പെടുവാൻ പാടില്ല. സോ നോ മാൻ ഷുഡ് ബി സ്യൂഡ് ട്വൈസ് ഫോർ ദ സെയിം കോസ് ഓഫ് ആക്ഷൻ. ഒരേ കോസ് ഓഫ് ആക്ഷനിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിയമ നടപടികൾ നേരിടുവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ മാക്സിം. നൗ നമ്പർ 3, റെസ് ജുഡിക്കാറ്റ pro vertical celiperate, which means a judicial decision must be accepted as correct. Very important. Whenever there is a judicial decision comes, so we must accept it as correct. Now let's see what are the essentials of res judicata. Number 1, the matter in issue in both the suits must be the same substantially and directly. The subject matter must be identical.
For the application of res judicata, the subject matter in both the suits need not be the same, but the matter in question should be directly and substantially same in both the suits. First essential of res judicata endana, the matter in issue in both the suits must be the same. രണ്ട് സ്യൂട്ടിലെയും മാറ്റർ ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. സബ്സ്റ്റാൻഷ്യലി ആൻഡ് ഡയറക്ട്ലി, നേരിട്ടോ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടോ രണ്ട് സ്യൂട്ടിലെയും സബ്ജക്ട് മാറ്റർ ഒന്ന് തന്നെയാണ്, ഐഡന്റിക്കലാണ് എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആകും. Number 2, the parties to the former suit and the subsequent suit must be the same, or at least their representatives. So the parties to the former suit, ആദ്യത്തെയും രണ്ടാമത്തെയും സ്യൂട്ടിലുള്ള പാർട്ടീസ് സെയിം ആയിരിക്കണം. The plea of res judicata operate against both the parties and not against the defendant alone. റെസ് ജുഡിക്കാറ്റയുടെ ഈ ഒരു പ്ലീ എന്ന് പറയുന്നത് ഡിഫൻഡന്റിന് എലോൺ ആയിട്ട് മാത്രമല്ല അത് ബാധിക്കപ്പെടുന്നത്, എഗെയിൻസ്റ്റ് ദ പ്ലെയിൻറ്റിഫും ഇത് ആപ്ലിക്കബിൾ തന്നെയാണ്. Number 3, the parties must have filed the second suit under the same title as in the former suit. ഈ രണ്ട് സ്യൂട്ടിലെയും ടൈറ്റിൽ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കണം. Number 4, the former court must be competent to exercise the jurisdiction and give remedy. ആദ്യമായിട്ട് സൂട്ട് പരിഗണിച്ചത് ഒരു കോമ്പീറ്റന്റ് കോർട്ടിൽ തന്നെയാകണം. Order passed by a tribunal which had no jurisdiction is null and void, and thus res judicata cannot be invoked on such orders of incompetent authority. ഇപ്പോൾ ട്രൈബ്യൂണലിനെല്ലാം ട്രയൽ നടത്തുവാനുള്ള അധികാരമില്ല. ഒരു കോർട്ട് ഓഫ് ലോയിൽ തന്നെ ട്രയൽ നടന്നിട്ടുണ്ടാകണം ആദ്യത്തെ സ്യൂട്ടിൻ്റെ. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. The matter in issue in the subsequent suit must have been already heard and finally decided by the former court in the previous suit. രണ്ടാമത്തെ സ്യൂട്ടിലെയും മാറ്റർ ഇൻ ഇഷ്യൂ വി സെഡ് സബ്ജക്ട് മാറ്റർ ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞു. ആ മാറ്റർ ഇൻ ഇഷ്യൂ മസ്റ്റ് ഹാവ് ബീൻ ആൾറെഡി ഹേർഡ് ആൻഡ് ഫൈനലി ഡിസൈഡഡ് ബൈ ദ ഫോർമർ കോർട്ട്. അതേ ഇഷ്യൂ തന്നെ ആദ്യത്തെ കോർട്ടും കേട്ടിട്ട് അതിൽ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം. നമ്പർ 6, the plaintiff must have had an opportunity of getting relief which he is now seeking in the former proceeding. ആദ്യത്തെ പ്രൊസീഡിങ്ങിൽ തന്നെ ഈ പ്ലെയിൻറ്റിഫിന് ഒരു റിലീഫിനുള്ള അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവണം. Number 7, mere dismissal of a suit in a default would not operate as res judicata between the parties. If the former suit was dismissed without any adjudication on the matter in issue for technical defect, it cannot operate as res judicata. മിയർ ഡിസ്മിസൽ ഓഫ് എ സ്യൂട്ട്, ഒരു സ്യൂട്ട് അതിൻ്റെ പ്രഥമ ദൃഷ്ടിയാ തന്നെ തള്ളിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ട്രയൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. വൺസ് ഒരു സ്യൂട്ടിൻ്റെ ട്രയൽ നടന്ന് ഫൈനൽ ഡിസിഷൻ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ റെസ് ജുഡിക്കാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഡോക്ട്രിൻ ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുള്ളൂ. So what are the 7 essentials of res judicata? Number 1, the matter in issue in both the suits must be the same. Number 2, the parties to the former suit and the subsequent suit must be the same. Number 3, the parties must have filed the second suit under the same title. Number 4, the former court must be competent to exercise jurisdiction and give remedy. Number 5, the matter in issue in the subsequent suit must have been already heard and finally decided by the former court in the previous suit. Number 6, the plaintiff must have had an opportunity of getting relief in the former proceeding. Mere dismissal of the suit in default would not operate as res judicata between the parties, and if the former suit was dismissed without any adjudication on the matter in issue for technical defect, it cannot operate as res judicata. Now let's see what are the applicability of res judicata. Applicability of res judicata. The principle of res judicata also applies to writ petitions under Article 226. Article 226 ന്റെ കീഴിലുള്ള റിറ്റ് പെറ്റീഷൻസിൽ റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആണ്. If petition under Article 136 is dismissed in limine, such a dismissal would not be a bar of res judicata.
to a subsequent writ on the same course of action. ആർട്ടിക്കിൾ 136 കീഴിലുള്ള ഒരു പെറ്റീഷൻ ലിമൈനായിട്ട് ഫസ്റ്റിൽ തന്നെ ഡിസ്മിസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. But if a proceeding is finally heard and terminated by means of writ petition, the court cannot hear the same course of action. So, ഒരു റിറ്റ് പെറ്റീഷൻ്റെ ട്രയൽ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ തള്ളിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ അല്ല. ബട്ട് ട്രയൽ നടന്നിട്ടുണ്ട്, ഫൈനൽ ഡിസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ എഗെയിൻ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് നമുക്ക് ട്രയൽ നടത്തുവാൻ കഴിയില്ല. റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആവും. Number 3, res judicata shall not operate to the detriment of impairment of a fundamental right. Whenever there is a detriment of fundamental right, whenever there is a violation of fundamental right happened, res judicata is not applicable. In cases where the points were not agitated before the High Court but are raised for the first time in the Supreme Court under Article 32 of the Constitution, the principle of res judicata does not apply. ഹൈക്കോർട്ടിൽ ട്രയൽ നടന്നപ്പോൾ പോയിന്റ്സ് ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല. പുതിയ പോയിന്റുകളാണ് ആർട്ടിക്കിൾ 32 റിറ്റ് പെറ്റീഷൻസ് ആയിട്ട് സുപ്രീം കോർട്ടിൻ്റെ മുന്നിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പുതിയ പോയിന്റ് റേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. പക്ഷേ ബട്ട് ഇഫ് ദ റിലീഫ് ക്ലെയിംഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫയൽഡ് ബിഫോർ ദ ഹൈ കോർട്ട് വെർ ദ സെയിം ആസ് റിറ്റ് ആപ്ലിക്കേഷൻ ബിഫോർ ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈ കോർട്ട് ഹാസ് ഡിസ്മിസ്ഡ് ദ റിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ റിഫ്യൂസ് ദ റിലീഫ് ക്ലെയിം ദെൻ ഇറ്റ് ഈസ് ബാർഡ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് റെസ് ജുഡിക്കാറ്റ. ഈ ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിൽ റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതിൽ നമ്മൾ ക്ലെയിം ചെയ്ത റിലീഫും ഇപ്പോൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിൻ്റെ മുന്നിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന റിലീഫും ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ റെസ് ജുഡിക്കാറ്റ ബാധകമാകും. റെസ് ജുഡിക്കാറ്റ ബാധകമാകും. അങ്ങനെയുള്ള ഒരു റിറ്റ് പെറ്റീഷൻ ഹൈക്കോർട്ട് തള്ളിക്കളഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു റിലീഫിൻ്റെ ക്ലെയിം ചെയ്തിരിക്കുന്ന റിലീഫ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആർട്ടിക്കിൾ 32 പിന്നെ സുപ്രീം കോർട്ടിൽ റിറ്റ് കൊടുക്കാൻ പറ്റില്ല. റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആകും. Number 6, in cases where the title of the property was determined by the small causes court, subsequent suit for interest in immovable property can be instituted and the previous case does not act as res judicata. Immovable propertyയുടെ ടൈറ്റിലിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു കേസ് കൊടുത്തു. പിന്നെ അതേ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ സ്യൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്താവുന്നതാണ്. അവിടെ റെസ് ജുഡിക്കാറ്റ ആപ്ലിക്കബിൾ ആവുകയില്ല. Number 7, if a decree is obtained by fraud or collusion by one party, he cannot invoke the doctrine of res judicata. That is, the doctrine cannot be used in cases where fraud or collusion is apparent from the facts of the case. എപ്പോഴാണോ ഒരു സിവിൽ സ്യൂട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഫ്രോഡ് അല്ലെങ്കിൽ കൊലൂഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ റെസ് ജുഡിക്കാറ്റ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. Number 8, res judicata is applicable between co-defendants and co-plaintiffs. Now the final part in section 11 of CPC, that is waiver of res judicata. The bar of res judicata is one which does not affect the jurisdiction of the court. If a party does not put forward his plea of res judicata in a suit, he must be taken to have waived it. That is, if a party does not raise the plea of res judicata in a suit, then it will be deemed to be a matter directly in issue and the suit will be continued. So what is waiver of res judicata? Waiver means omission of res judicata. See, it's a liberty to waive. That is the liberty to waive res judicata. The bar of res judicata is one which does not affect the jurisdiction of the court. കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ട്രിൻ അല്ല ഈ res judicata എന്ന് പറയുന്നത്. If a party does not put forward his plea of res judicata in a suit, he must be taken to have waived it. ഒരു പാർട്ടിയുടെ ലിബർട്ടിയാണ് res judicata ഒമിറ്റ് ചെയ്യണമോ വേണ്ടായോ എന്നുള്ളത്. So if a party does not put forward his plea, it is the duty of the party. If he needs res judicata,
then he must plea for it. If he does not put forward his plea of res judicata in a suit, he must be taken to have waived it. അങ്ങനെ ഒരു റെസ് ജുഡിക്കാറ്റയുടെ ഒരു പ്ലീ കോർട്ടിൻ്റെ മുന്നിൽ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി അദ്ദേഹം അത് വേവ് ചെയ്ത് ഒമിറ്റ് ചെയ്തതായിട്ട് തന്നെ കണക്കാക്കപ്പെടും. That is, if a party does not raise the plea of res judicata in a suit, then it will be deemed to be a matter directly in issue and the suit will be continued. So, അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ റെസ് ജുഡിക്കാറ്റയുടെ ഒരു പ്ലീ റേസ് ചെയ്തുകൊണ്ട് വരുന്നില്ല സെക്കൻഡ് സ്യൂട്ടിലും എന്നുണ്ടെങ്കിൽ മാറ്റർ ഡയറക്ട്ലി ഇൻ ഇഷ്യൂ എന്ന് തന്നെ അത് കൺസിഡർ ചെയ്യും. ആൻഡ് ദ സ്യൂട്ട് വിൽ ബി കണ്ടിന്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ്സ്. ബേസിസ് ഓഫ് മെറിറ്റ്സിൽ സ്യൂട്ട് കണ്ടിന്യൂ ചെയ്യും, ട്രയൽ നടക്കും, വിധി പ്രസ്താവനയും ഉണ്ടാകും സെക്കൻഡ് സ്യൂട്ടിലും. So guys, that's all for res judicata, that is section 11 of CPC. Thank you for watching. See you all on my next video. Happy learning all of you.